ഹലോ കൂട്ടുകാരെ, എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കൃഷിയും പൂക്കളെ കാണിക്കുക നടലൊന്നും അല്ല കേട്ടോ. ഇന്ന് ഞാൻ വരുന്നത് എൻ്റെ അടുക്കള വേസ്റ്റ് ഉണ്ടല്ലോ, അത് നിക്ഷേപിക്കുന്നത് എവിടെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി വന്നതാ. കാരണം ഞാൻ ഒരു ചെറിയ ഷോർട്ട് ഇട്ടിരുന്നു എൻ്റെ വേസ്റ്റ് കൊണ്ടുപോയിരുന്ന്. അപ്പോൾ ഒരാളെന്നോട് പറഞ്ഞു ആ വേസ്റ്റ് ഇടുന്നത് എങ്ങനെയാ ഇടുന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ. അപ്പൊ ഞാൻ മറുപടി കൊടുത്തത് ഞാൻ അതിനെക്കുറിച്ച് ഒരു വീഡിയോ തന്നെ ചെയ്യാം, അപ്പൊ അത് കാണാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആ പറഞ്ഞ ആൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാനിപ്പോ എൻ്റെ വീഡിയോ കാണിക്കാൻ പോകുന്നത്. കാരണം നമുക്ക് മഴക്കാലാണല്ലോ, മഴക്കാലാവുമ്പോൾ മൊത്തം ഒരു വൃത്തിയില്ലാത്ത പോലെ വീടും ചുറ്റുപാടും പരിസരവും ഒക്കെ നമുക്ക് അടിച്ചു വരാൻ കഴിയുന്നില്ല. അപ്പൊ നമ്മൾ അടുക്കള വേസ്റ്റ് കൊണ്ടുപോയി വെറുതെ അങ്ങ് തട്ടിക്കഴിഞ്ഞാണ്ടെന്ന പ്രയാസങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ ഓരോന്ന് നിക്ഷേപിക്കുന്ന എവിടെയെന്നുള്ളത് വ്യക്തമായിട്ട് കാണിച്ചു തരാം കേട്ടോ. എന്നാ വരി നമുക്ക് കാണാലോ. പ്രധാനമായിട്ടും നമുക്ക് അടുക്കള വേസ്റ്റ് 3 തരാണല്ലോ. ഒന്ന് ഫുഡ് വേസ്റ്റ്, പിന്നെ നമ്മൾ പച്ചക്കറി മീന് അതൊക്കെ കട്ട് ചെയ്യുന്ന അതിന്റെ ബാലൻസ് ആ വേസ്റ്റ്, പിന്നെ ഒന്ന് പ്ലാസ്റ്റിക്കിൻ്റെത് ഞാൻ വേറെ സ്ഥലത്ത്, ഫുഡിൻ്റെത് വേറെ സ്ഥലത്ത്, പച്ചക്കറി ഒക്കെ പീസാക്കുന്ന ബാലൻസ് ഉള്ളത് വേറെ സ്ഥലത്ത്, അങ്ങനെയാണ് നിക്ഷേപിക്കുന്നത് കേട്ടോ. നമുക്ക് കാണാം. പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ്, മിഠായിൻ്റെ, ബിസ്ക്കറ്റിൻ്റെത്, പാലിൻ്റെത്, മീനിൻ്റെത് എല്ലാം തന്നെ അതിനായിട്ട് ഞാനൊരു ഈ ചാക്കിലേക്ക് അങ്ങ് ഇടും. എല്ലാ പ്ലാസ്റ്റിക്കിൻ്റെതും കിട്ടുന്നതല്ല. അപ്പൊ ഇത് ഞങ്ങൾക്ക് മാസത്തിൽ ഇവിടുന്ന് പഞ്ചായത്ത് വന്ന് കൊണ്ടുപോയിക്കോളൂ. അങ്ങനെ കൊണ്ടുപോകുന്നത് കൊണ്ട് നമുക്ക് ഇപ്പൊ എന്തൊരു സൗകര്യാന്നറിയോ. വീടിന്റെ ചുറ്റും ഒന്നും പ്ലാസ്റ്റിക് ഉണ്ടാവില്ല. പ്ലാസ്റ്റിക് എങ്ങാനും ഉണ്ടെങ്കിൽ അതിൽ വെള്ളം കെട്ടി നിന്നിട്ട് കൊതുക് വരും, ഈച്ച വരും, ഭയങ്കര സ്മെല്ലായിരിക്കും. കൊതുക് വന്നാൽ അറിയാലോ, നമുക്ക് മര്യാദയൊന്നും കിടന്നുറങ്ങാൻ പറ്റൂല. പല രോഗങ്ങളും, മഴക്കാല രോഗങ്ങൾ പലതും ഉണ്ടാവുന്നത്. അപ്പൊ അതിനുള്ള ഒരു പരിഹാര മാർഗം, അത് നല്ലൊരു മാർഗം പഞ്ചായത്ത് ചെയ്തത്. ഇതങ്ങ് കൊണ്ടുപോകും, എല്ലാ മാസവും വന്നാൽ കൊണ്ടുപോകും. ഞാൻ ഇങ്ങനെ എടുത്തു വെക്കല. ഇനി അടുത്തത് എൻ്റെ ഫുഡ് വേസ്റ്റാണ് നമ്മൾ വല്ലാണ്ട് ശല്യം ചെയ്യുന്നത്. ഇനി ഫുഡ് വേസ്റ്റിന്റെ ഞാൻ ഇടുന്ന് കാണിച്ചു തരാം. ഞാൻ വേസ്റ്റ്, ഇത് എൻ്റെ പച്ചക്കറിൻ്റെ ഒക്കെ വേസ്റ്റ്, അത് കൊണ്ടുപോകട്ടെ. അടുത്തത് എൻ്റെ അടുക്കളയിലുള്ള പച്ചക്കറിൻ്റെ ഒക്കെ കട്ട് ചെയ്ത ഭാഗമല്ലേ, അതിൻ്റെ ചക്കയൊക്കെ പെട്ടത് തന്നെ കേട്ടോ. അത് ഞാൻ എന്താ ചെയ്യുന്നത് അറിയോ, അത് ഞാൻ എൻ്റെ ഒരു ചാക്കിലാണ് കൊണ്ടുപോയി ഇടും. എല്ലാ വേസ്റ്റും, ചക്ക, മാങ്ങ, ഇതൊക്കെ ഞാൻ പീസ് മുറിച്ചിട്ട് അതിൻ്റെ ബാക്കിയൊക്കെ മുരിങ്ങൻ്റെ ഒക്കെ നല്ലൊരു ഇവർക്ക് പച്ചക്കറിക്കാർ സൂപ്പറായിട്ട് ഉണ്ടാകുന്നതാണല്ലോ. ഇതെൻ്റെ വേസ്റ്റാ. കർമൂസ് തൊലി അങ്ങനെ 2-3 ദിവസം ഒന്നിച്ചാണ്ടിന്ന് കേട്ടോ. ഒരു ദിവസം തന്നെ എനിക്ക് ഇത്ര ഉണ്ടാവൂല, ഒരുപാടുണ്ടാവും. മഴയായിട്ട് ദിവസം ഇങ്ങോട്ട് വരാൻ കഴിയുന്നില്ല. ഇതില് കപ്പൻ്റെത്, കർമൂസിൻ്റെത്, ചക്ക എല്ലാ വേസ്റ്റും, മുട്ടത്തോടൊക്കെ ഞാൻ പൊടിച്ചിട്ടതാണ്. പിന്നെ നേന്ത്രപ്പഴത്തിൻ്റെ എല്ലാ ഇതിലും ഇടും. ഇത് ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചെയ്യുന്നത്, ഇതിൻ്റെ മേലെ ഞാൻ കുറച്ച് മണ്ണിടും. മണ്ണിടുന്ന എന്തിനാ അറിയോ, മണ്ണിട്ടാല് മേലെ ഒരു യാതി ഇങ്ങനെ ഈച്ച പോലെ സാധനം ഉണ്ടാവൂലേ, അതൊന്നും വരില്ല മണ്ണങ്ങ് ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ നാളെ ഞാൻ വീണ്ടും കൊണ്ടുപോയി ഇടും എൻ്റെ അടുക്കള വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഏതൊക്കെയാന്നുള്ളത്. ഇതിൽ പ്ലാസ്റ്റിക്കും കുപ്പിച്ചില്ലും പറ്റൂരേ. എന്നിട്ട് ഇതങ്ങ് അറിയുമ്പോൾ നമ്മുടെ കെട്ടിടും. ഇപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞാൽ അത് നല്ല വളമായിരിക്കും. ഈ വളത്തിൽ ഞാൻ കപ്പയോ ചേമ്പോ എന്തെങ്കിലും മത്തന് ഒക്കെ നടാം. നമുക്ക് വേറെ വളം അന്വേഷിച്ച് നടക്കേ വേണ്ട. എന്തൊരു സുഖമെന്നറിയോ, ഒരു പൈസ മുടക്കില്ലാതെ നമുക്ക് വളം കിട്ടും. പക്ഷെ ഒന്ന് മനസ്സ് വെക്കണം, സിമന്റ് ചാക്കൊക്കെ ഇന്നൊക്കെ സംഘടിപ്പിച്ചോളൂ. കാരണം വീട് പണി എടുക്കുന്നവർക്കൊക്കെ ഉണ്ടല്ലോ, അവിടെ ഇങ്ങനെ മല പോലെ ഉണ്ടാവും, ബുദ്ധിമുട്ടായി കിടക്കുക. ഒന്ന് പോയി ചോദിച്ചാൽ മതി, അപ്പൊ അവര് തരും. അപ്പൊ ഇങ്ങനെ ചെയ്താല് പിന്നെ ഈ അടുക്കള വേസ്റ്റിൽ പല പിന്നെ വിത്തുകളും വരുമല്ലോ. കുമ്പളങ്ങ, മത്തന്, കർമൂസ്, വെള്ളരി, അങ്ങനെ വെണ്ട, പയറ്, ആ വിത്തൊക്കെ അതിലുണ്ടാവും, വേസ്റ്റിലുണ്ടാവും. അപ്പൊ അത് വളമായി മാറിക്കഴിഞ്ഞാൽ വിത്ത് അവിടെ കരുത്തിൽ നിൽക്കും. അപ്പൊ
അത് വീണ്ടും മുളക്കും നനച്ചു കൊടുത്താൽ നമ്മളെന്തെങ്കിലും നടുമത് ഇട്ട് കൊടുക്കൂലേ അപ്പൊ നല്ല സ്ട്രോങ് ആരോഗ്യമുള്ള നമുക്ക് തൈ കിട്ടും. അപ്പൊ നമുക്ക് പൈസ ലാഭിക്കാം. ദൂരെ നഴ്സറിയിലൊന്നും പോയി അന്വേഷിക്കേണ്ട. നമുക്ക് നല്ല ആരോഗ്യമുള്ള തൈ ഇതിൽ നിന്ന് പിരിച്ചിട്ട് കൊണ്ടുപോയി നടാം. അങ്ങനെ എന്തെല്ലാം ഗുണമുണ്ട്. അടുക്കളയിൽ നിന്ന് വൃത്തിയായി കിട്ടും, നമുക്ക് വളം കിട്ടും, തൈ കിട്ടും, പൈസ ലാഭിക്കുക, അങ്ങനെ പല ഗുണങ്ങളും ഉണ്ട്. അപ്പൊ ഞാൻ എൻ്റെ 2 വേസ്റ്റ് തട്ടുന്ന ഞാൻ കാണിച്ചു തന്നല്ലോ. ഇനി 3ാമത്തെ ഫുഡ് വേസ്റ്റാ. ഇനി എൻ്റെ അടുക്കളയിലെ ഫുഡ് വേസ്റ്റാ. എല്ലാവർക്കും ശല്യം ആവുന്ന ഒന്നായി ഫുഡ് വേസ്റ്റ്. ഇനി അതാണ് നല്ലോണം ശ്രദ്ധിക്കണം നടക്കുമ്പോ. കാരണം മഴക്കാലാണ്, ഭയങ്കര വഴുവഴുപ്പാ. ഞാൻ അതിനനുസരിച്ചുള്ള ചെരുപ്പൊക്കെ ഇട്ടത്. എനിക്ക് പുറത്തിറങ്ങാൻ നല്ല ചെരുപ്പാ, നല്ല ഗ്രിപ്പുള്ള ചെരുപ്പ്. അടുക്കള വേസ്റ്റ് ദിവസം തട്ടണം. അതിനുള്ള കുഴിയാണ് ഇത്, വേസ്റ്റ് കുഴി. ഈ വേസ്റ്റ് കുഴി ഇപ്പൊ പല സ്ഥലങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് വലിയ സിമെന്റ് ഉള്ള ഒരു റിങ് വാർത്തതാ. വാർത്ത് അടിയിൽ ഇറക്കി വെക്കും. ഇറക്കിയിട്ട് അതിന്റെ മേൽഭാഗത്ത് വേറെ ഒരു മൂടി വാർത്തത്. ആ വാർത്തതിന് ശേഷം ഇങ്ങനെ ഒരു പൈപ്പ്, ഈ ഒരു പൈപ്പ് അതിന്മേലെ വെക്കും. മൂടിപ്പിന് ഞാൻ ഉണ്ടാക്കിയത്, മൂടിയൊന്നും കിട്ടില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഈ ഇതിലേക്ക് ഇങ്ങനെ തട്ടുക. കുറച്ചും കൂടി നനവുണ്ടെങ്കിൽ, നനവല്ല കുറച്ച് ലൂസിലാണെങ്കിൽ വേഗം അങ്ങ് പോയിക്കോളൂ. ഇന്നലെ ഞാൻ തട്ടാൻ വന്നില്ല, ഇന്നലെ ഇവിടെ മഴയായിട്ട്. ഇന്നും മഴ തന്നെയാണ്. ഇതിങ്ങനെ അങ്ങോട്ട് മൂടി വെക്കുക. ഇങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാല് ഇത് നിറയൽ പെട്ടെന്നൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ ഒന്നും അറിയില്ല, 3 കൊല്ലത്തിലൊന്നും അറിയുന്നില്ല. നിറഞ്ഞു കഴിഞ്ഞാല് ഈ മൂടിങ് എടുക്കും. ഈ അടിയത്തെ ആ മൂടിങ് എടുത്തു കഴിഞ്ഞാല് അത് നിറഞ്ഞിരിക്കുന്ന നല്ല വളമായി മാറിയിട്ടുണ്ടാവും. ആ വളം കോരി എടുത്തിട്ട് നമ്മള് തെങ്ങ്, കവുങ്ങ്, അങ്ങനെ ഓരോന്നിനും എല്ലാ പച്ചക്കറിക്കൊക്കെ ഇടാം. അങ്ങനെ നമുക്ക് വളം കിട്ടിക്കോളൂ. അപ്പൊ അല്ലാതെ നമ്മൾ ഈ അടുക്കള ഇതില്ലേ ഫുഡ് വേസ്റ്റ് നമുക്ക് വലിച്ചങ്ങ് എറിഞ്ഞാല് ദുർഗന്ധമായിരിക്കും. ഈച്ച, കൊതുക്, എലി, പെരിച്ചാഴി, എലിനെ പിടിക്കാൻ പാമ്പ്, അങ്ങനെ എല്ലാ ഉപദ്രവകാരികളായ ജീവികളും ഉണ്ടാവും. അതിനൊക്കെ പുറമെ സ്മെല്ലും ആയിരിക്കും. അപ്പൊ ഓരോ വേസ്റ്റിനും ഓരോ സ്ഥാനത്ത് തന്നെ വെച്ച് കഴിഞ്ഞാല് നമ്മളെ വീടും പരിസരവും നല്ല വൃത്തിയായിരിക്കും. കൊതുകുണ്ടായി നമുക്ക് കിടന്നുറങ്ങാൻ കഴിയില്ല. മണം വന്നാൽ തന്നെ നമുക്ക് ഈ മഴക്കാലത്ത് വല്ലാത്തൊരു അറപ്പാണല്ലോ. അല്ലാതെ തന്നെ ഇവിടെ ഒക്കെ വൃത്തിയാക്കിയിട്ടും ഇത്ര പെട്ടെന്ന് പുല്ല് മുളച്ച് ഇന്നും ഞാൻ വൃത്തിയാക്കിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എൻ്റെ 3 വേസ്റ്റും ഞാൻ എവിടെയൊക്കെയാണ് നിക്ഷേപിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നതെന്ന് പറയണേ, നിങ്ങളെ വേസ്റ്റൊക്കെ എന്താ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ 2 വേസ്റ്റ് നമുക്ക് വളം തന്നെയാ, മറ്റേത് അങ്ങ് പഞ്ചായത്ത് കൊണ്ടുപോവുകയും ചെയ്യും. അത്രേ ഉള്ളൂ എൻ്റെ വേസ്റ്റ് വീഡിയോ അത്രേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.